ഗംഭീരമായ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഭവനായുള്ള വിവിധ ഇടവകകളിൽ നിന്ന് നിങ്ങൾ ആയിരങ്ങളായി ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ അഭിവാദനങ്ങൾ നിങ്ങൾക്ക് അർപ്പിക്കുന്നു. ഇത്രമാത്രം ശക്തമായ രീതിയിൽ ഈ റാലികളും ഈ സമ്മേളനവും സംഘടിപ്പിച്ച എല്ലാ ഭാരവാഹികൾക്കും ഞാൻ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ യോഗത്തിന്റെ പ്രാരംഭത്തിൽ നമ്മുടെ അഭിനവ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് അഭിമന്യ തോമസ് തറൈ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സന്ദേശം കേട്ടു. ഇപ്പോൾ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ അവരുടെ ഏറ്റവും ശക്തമായ ദൃഢമായ സ്വരത്തിലുള്ള പ്രഭാഷണവും ശ്രമിച്ചു. അദ്ദേഹം നടത്തിയ ആഹ്വാനങ്ങൾ അർത്ഥമുള്ളവയാണ്. അവയെല്ലാം നാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മുടെ സാമുദായിക ശക്തിയെ ബലപ്പെടുത്തേണ്ട സന്ദർഭമാണിതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാരംഭമായി സൂചിപ്പിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് സംരക്ഷണം ഏറ്റവും അധികം ആവശ്യകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നാം മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാം സാമുദായികമായി ശക്തിപ്പെടണം. സാമുദായിക ശക്തി അത് ക്രൈസ്തവ സഭയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നതാണ്. ക്രൈസ്തവരെ ആദിമസഭയിൽ വിളിച്ചിരുന്നത് വിശ്വാസികൾ എന്നാണ്. വിശ്വാസികൾ എന്ന വിളിയുടെ ശേഷം വിശുദ്ധർ എന്ന വിളിയും ഉണ്ടായി. അങ്ങനെ വിളിക്കപ്പെട്ടതിന് ശേഷമാണ് അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെട്ടത്. ഈ വിളികളെല്ലാം നമ്മുടേതായ തനിമയെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങളായി. ഇവിടെ ഈ കേരളത്തിൽ മാർത്തോമാ ശ്ലീഹാ വഴി വിശ്വാസം സ്വീകരിച്ച മക്കളുടെ സമൂഹത്തെ അന്നത്തെ ആളുകൾ വിളിച്ചിരുന്നത് നസ്രാണികളെന്നാണ്. ഈ നസ്രാണി സംഗമത്തിന്റെ പേര് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നസ്രാണികൾ എന്ന പേരോടുകൂടി നമ്മളെ സ്വീകരിച്ച ഈ ഭാരതീയ സമൂഹം അങ്ങനെ തന്നെ നമ്മളെ ഇന്നും കാണണം. കാരണം ക്രിസ്തുവിനുള്ള നമ്മുടെ വിശ്വാസവും അതിനനുസരിച്ചുള്ള നമ്മുടെ സാമുദായിക അവബോധവും അത് സങ്കുചിതമായ ഒരു യാഥാർത്ഥ്യമല്ല. അത് നമ്മുടേതായ സ്വഭാവം വെളിപ്പെടുത്തുന്നതും നമ്മുടേതായ സാക്ഷ്യം ലോകത്തിന് നൽകുന്നതും ഇതര സമുദായങ്ങൾക്ക് കൂടി ശക്തി പകരുന്ന രീതിയിൽ മനുഷ്യ വംശത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ദർശനമാണ് കർത്താവായ ഈശോമിശിഹായുടെ ദർശനം. ആ ദർശനത്തിൽ ഈ സാമുദായിക ശക്തി ഇവിടെ വളരേണ്ടത്, ഈ കൂട്ടായ്മ ഇവിടെ പരിപോഷിപ്പിക്കപ്പെടേണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യമാണ്. നാം ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾക്ക് വിധേയരാകും. അങ്ങനെ 100 പ്രശ്നങ്ങൾ വന്നുകൂടിയിരിക്കുന്ന സന്ദർഭമാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ ഹൈറേഞ്ച് പ്രദേശങ്ങളിലുള്ള നമ്മുടെ മക്കളുടെ പട്ടയ പ്രശ്നം, അവരുടെ നാണ്യവിളകൾക്കുള്ള വിലയിടിവ്, വന്യമൃഗങ്ങളുടെ ശല്യം, അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാർഷിക വ്യാപാര കച്ചവട ആനുകൂല്യങ്ങൾ, ഇതൊക്കെ പ്രശ്നങ്ങളായി തീർന്നിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളുടെ ഒരു തുടർക്കഥയെന്നോണമാണ് ഇപ്പോൾ മുനമ്പത്ത് സംജാതമായിരിക്കുന്ന പ്രശ്നം. അവിടെ അധിവസിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളെ ചുറോപരവാർ സഭയുടെ സാമുദായിക സംഘടന എന്നുള്ള നിലയിൽ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതും അവരോട് ചേർന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ക്രൈസ്തവമായ ഉത്തരവാദിത്തമാണ്, നമ്മുടെ സഹോദര സ്നേഹത്തിന്റെ ഉത്തരവാദിത്തം. കത്തോലിക്ക കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ പ്രസിഡന്റായി സ്ഥാനമേറ്റ നാൾ മുതൽ ഇവിടുത്തെ സാമുദായിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഓരോന്നായി അദ്ദേഹം നിർവഹിക്കുന്നു. അതുപോലെ ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ അദ്ദേഹം സംഘടനയുടെ ആദർശങ്ങളും സഭയുടെ ആദർശങ്ങളും
സാമൂഹികമായിട്ടുള്ള നമ്മുടെ പ്രതിബദ്ധതയും എല്ലാം ഊന്നി ജനങ്ങളെ പ്രബുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ശ്രീ പുതിയ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് മച്ചുപറമ്പിൽ നിന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും വിജയങ്ങളും നേരുകയാണ്. അദ്ദേഹം നമ്മുടെ സമുദായത്തെ നയിക്കുവാൻ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയായി ലഭിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീം അംഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഘടനാ ശക്തി, ഒരു സാമുദായിക ബലം മലബാർ സഭയ്ക്കും ഇതര കത്തോലിക്ക സഭകൾക്കും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകൾ എല്ലാത്തിനും ഉണ്ടായി ക്രൈസ്തവ സമൂഹം സടകുടഞ്ഞ് എഴുന്നേറ്റ് ഈ സമൂഹത്തിൻ്റെതായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങണമെന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. അതുകൊണ്ട് നാം ആരും അടിച്ചു നിൽക്കരുത്. നമ്മുടെ സഭകളില്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയില് വൈദിക ആത്മായ ബന്ധം അരക്കിട്ടുറപ്പിച്ചിട്ടുള്ളതാണ്. അതിനെ ആരും ആടി ഉരയ്ക്കുവാൻ പരിശ്രമിക്കേണ്ടതില്ല. വൈദികരായാലും അന്മാരായാലും അവർ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ച് സഹകരിച്ച് കൂട്ടായ്മ ബോധത്തോടുകൂടി എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ആരും നിഷേധിക്കേണ്ടതില്ല. അതിനെയും പരിപോഷിപ്പിക്കപ്പെടും. അത് ഞങ്ങളുടെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഞങ്ങളുടെ ക്രൈസ്തവ ധാർമ്മികതയാണ് ഇക്കാര്യത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്ക് ഉറക്കെ പറയാം. പറയുക മാത്രമല്ല, പ്രവർത്തനത്തിലൂടെ അത് പ്രായോഗികമാക്കുകയും ചെയ്യാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രമിക്കുന്ന ആലപ്പുഴ ഭവനായിലെ കത്തോലിക്ക വിശ്വാസികളായിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ ഭവനായിൽ മാത്രമല്ല, ഈ അതിരൂപതയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ രൂപതകളിലും നമ്മുടെ സാമുദായിക ശക്തി ബലപ്പെട്ട് നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇതുപോലെ യഥാസമയം ഓരോരോ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്തുവാനുമായി നാം മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. മുൻപത്തായാലും പ്രശ്ന പരിഹാരത്തിന് ഒരു പക്ഷം പിടിച്ചു വാങ്ങിക്കുന്നവരല്ല ഞങ്ങള്. പിന്നെയോ അവിടെയുള്ള ക്രൈസ്തവരായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങള് അനീതിക്ക് വിധേയരാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കുവാൻ, അവരോട് ഐക്യദാർഢ്യം പുലർത്തുവാൻ, അവർക്ക് കൂട്ടായി ഞങ്ങളുണ്ടെന്ന് പറയുവാൻ ഞങ്ങളുടെ സഹോദര സ്നേഹം ഞങ്ങളെ പ്രേരിപ്പിക്കും. ഇത് ഈ മുനമ്പത്ത് മാത്രമല്ല, ഏതൊരു പ്രദേശത്തും ഏത് സമുദായത്തിൽപ്പെട്ട ഒരു ജനവിഭാഗവും അഴിമതിക്കോ അനീതിക്കോ വിധേയരാകുന്ന സന്ദർഭങ്ങളിലും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കാനുണ്ടാകും. കോവിഡ് വന്ന കാലത്തും 2018 പ്രളയകാലത്തും മുൻപന്തിയിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. പിതാക്കന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. വൈദിക സമൂഹം ഒറ്റക്കെട്ടായി നിങ്ങളുടെ കൂടെയുണ്ട്. സമർപ്പിതർ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും പ്രാർത്ഥന തുടരണം. ദൈവത്തിന്റെ സഹായം അവിടുത്തെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കുവാനായി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കള് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ മക്കളെ നമ്മൾ കൈവിടരുത്. അവരിൽ നിന്ന് ലഭിക്കാവുന്ന പണമല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെയോ അവരെ വിശ്വാസത്തിലും നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയിൽ നിലനിർത്തിക്കൊണ്ടു പോകണം. അവിടെയൊക്കെ രൂപതകൾ സ്ഥാപിതമായിട്ടുണ്ട്. അവിടെയൊക്കെ ക്രൈസ്തവമായിട്ടുള്ള ആധ്യാത്മിക ശിക്ഷണത്തിന് വേണ്ടിയിട്ട് വൈദിക സഹോദരന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. സീറോ മലബാർ സഭയിലെ എല്ലാ കത്തോലിക്ക കുടുംബങ്ങളും അംഗങ്ങളാകുന്ന ഒരു നാളേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കത്തോലിക്ക കോൺഗ്രസിൽ നാം എല്ലാം അംഗങ്ങളാകുന്നത് വരെ നമുക്കൊന്നും നഷ്ടപ്പെടുകയല്ല, പിന്നെയോ നമ്മുടെ ശക്തി വർദ്ധിക്കുകയാണ്, നമ്മുടെ സഭ അവബോധം വളരുകയാണ്. നാം എത്രമാത്രം ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നെന്നും അവിടുത്തെ സുവിശേഷ ആദർശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നെന്നും നമ്മുടെ ലോകത്തെ അറിയിക്കുന്ന ഒരു സംരംഭമായിട്ട് വളരണം. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പുതിയ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾക്ക് പ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഐക്യദാർഢ്യ ദിനം, മുനമ്പം സഹോദരങ്ങളോടുള്ള ഐക്യദാർഢ്യ ദിനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സലൻസ് പരീക്ഷകളിലെ കുട്ടികളെ വിജയിപ്പിക്കുന്നതിനുള്ള പഠന പരിശ്രമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ദൈവത്തിന്